വെബ് ഡെവലപ്മെന്റ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് PHP കമന്റ്സിനെ കുറിച്ചാണ്. എന്താണ് കമന്റ്സ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണയായി PHP പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമ്മളൊരു ലൈൻ എഴുതി കഴിഞ്ഞാൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായി കമന്റ്സ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഇതൊരു സാമ്പിൾ PHP പ്രോഗ്രാം ആണ്. അപ്പം നമ്മളിവിടെ കമന്റ് ആയിട്ട് കൊടുക്കുവാണ്, ദിസ് ഈസ് എ സാമ്പിൾ PHP പ്രോഗ്രാം. ദിസ് ഈസ് എ സാമ്പിൾ PHP പ്രോഗ്രാം. അതായത് ഈ താഴെ ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു പ്രോഗ്രാം ആണെന്ന് വിചാരിക്കുക. ഇതെന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് ദിസ് ഈസ് എ സാമ്പിൾ PHP പ്രോഗ്രാം എന്നും പറയും. ഞാനിത് എഴുതിയിട്ട് സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിയുമ്പോൾ നോർമലി നമുക്ക് എറർ അടിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ PHP ബ്ലോക്കിനുള്ളിൽ, അതായത് ഈ ഒരു ബ്ലോക്കിനുള്ളിൽ നമുക്ക് നമ്മൾക്ക് ചുമ്മാ ഇങ്ങനെ ടെക്സ്റ്റ് എഴുതിയിടാനായിട്ട് പറ്റത്തില്ല. കാരണം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് എറർ അടിക്കും. അത് കമന്റ് ആയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പുറകിൽ രണ്ട് ഫോർവേഡ് സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ അത് കമന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് സിംഗിൾ ലൈൻ കമന്റ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സിംഗിൾ ലൈൻ കമന്റ് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. ഒന്ന് ഇതാണ്, പിന്നെ ഒന്ന് നമുക്ക് ഹാഷ് ഇട്ടിട്ട് വേറെ എന്തെങ്കിലും ഒരു കമന്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതും കമന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതും കമന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് ഈ ഒരു ഫോർവേഡ് സ്ലാഷ് രണ്ടെണ്ണം ഇട്ടാലും ഈ ഒരു ഹാഷ് ഇട്ടാലും ഇത് കമന്റ് ആണ്. കമന്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും PHP പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇത് രണ്ടും സിംഗിൾ ലൈൻ കമന്റ് ആണ്. ഇനി നമുക്ക് മൾട്ടി ലൈൻ കമന്റ് നോക്കാം. മൾട്ടി ലൈൻ കമന്റ് എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കി കഴിഞ്ഞാൽ ആദ്യം ഒരു ഫോർവേഡ് സ്ലാഷ് ഇടുക, ദെൻ ഒരു സ്റ്റാർ ഇടുക. ഇനി ഇതിനകത്ത് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതി കൊടുക്കാം. മൾട്ടി ലൈൻ ആയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതി കൊടുക്കാം. അതൊരു കാരണവശാലും PHP എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കില്ല. ദെൻ വീണ്ടും ഒരു സ്റ്റാർ ഇടുക, ദെൻ ഒരു ഫോർവേഡ് സ്ലാഷ് ഇടുക. എന്നിട്ട് സേവ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് സക്സസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കമന്റ്സ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ ലൈൻ കമന്റ് രണ്ട് തരത്തിലുണ്ട്. രണ്ട് ഫോർവേഡ് സ്ലാഷ് ഇട്ടാലും ഒരു ഹാഷ് ഇട്ടാലും സിംഗിൾ ലൈൻ കമന്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഫോർവേഡ് സ്ലാഷ് സ്റ്റാറിന്റെ ഫോർവേഡ് സ്ലാഷിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് എഴുതി കൊടുത്താലും അത് മൾട്ടി ലൈൻ കമന്റ് ആണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് PHP വേരിയബിൾസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതുവരേക്കും താങ്ക് യു.